നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച് യുവതി മരിച്ചത് പാലക്കാട് കൊല്ലംകടവൂര് സ്വദേശി വള്ളി. കാട്ടാനപ്പേടിയിൽ പാലക്കാട് കൊട്ടേക്കാട് നിവാസികൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് പോലും പ്രതിസന്ധിയിൽ. പകൽ സമയത്ത് ആനകൾ ജനവാസ മേഖലയിൽ. കോട്ടയത്ത് പക്ഷിപ്പനി രോഗം സ്ഥിരീകരിച്ചത് പായിപ്പാട് എട്ടുവാക്കരിൽ. താറാവുകളെ കൊന്നു തുടങ്ങി. സംസ്ഥാനത്ത് മഴയ്ക്ക് ശക്തി കുറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ജൂൺ 3 വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. മനോഹര കാഴ്ചയൊരുക്കി ഇലവീഴ പൂഞ്ചിറ. മഴ ആരംഭിച്ചതോടെ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. വിശദമായി നോക്കാം. അട്ടപ്പാടിയിൽ ആദിവാസി യുവതി അരിവാൾ രോഗം മൂലം മരിച്ചു. 26 വയസ്സുള്ള വള്ളിയാണ് മരിച്ചത്. കൊല്ലംകടവ് ഊര് സ്വദേശിയാണ്. രാവിലെ 7:30 കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. ലാബ് ടെക്നീഷ്യനായിരുന്നു. കോട്ടയം പായിപ്പാട് എട്ടുവാക്കരി പാടശേഖരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ പുത്തൻപുരയിൽ ഔസേപ്പ് മാത്യു എന്നയാൾ വളർത്തിയ താറാവുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. താറാവുകളെ കള്ളിങ് ചെയ്യുന്നത് ആരംഭിച്ചു. കോട്ടയത്ത് ഇത്തവണ രണ്ടാമത്തെ സ്ഥലത്താണ് പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. രണ്ടിടത്തും H5N1 പനിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഭോപ്പാലിലെ ലാബിലെ പരിശോധനാ ഫലം ഇന്നലെയാണ് പുറത്തു വന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഈ പായിപ്പാട് ഈ 1-ാം വാർഡിലെ ഈ പാടത്തെ താറാവുകൾ ചത്തൊടുങ്ങുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ പക്ഷിപ്പനി എന്ന സംശയമുണ്ടായിരുന്നു. അവിടെ നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഈ പക്ഷികളെ കൊന്നൊടുക്കി അതിൻ്റെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന കള്ളിങ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. 18,000-ഓളം താറാവുകളാണ് ഈ ഒരു കർഷകന് മാത്രം ഉള്ളത്. ഈ ഒരു കർഷകനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാണ്ട് 5 മാസമായി വളർത്തുന്ന താറാവുകളാണ് ഈ പക്ഷിപ്പനി ബാധിച്ച ഈ മുഴുവൻ താറാവുകളും. ഈ 1 കിലോമീറ്റർ പരിധിയിലാണ് ഇപ്പോൾ ഈ കള്ളിങ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കും. മാത്രമല്ല ഇവിടെയുള്ള കോഴികൾ അടക്കമുള്ളവയുടെ മുട്ട, താറാവിൻ്റെയൊക്കെ മുട്ട വിൽക്കരുത് എന്നുള്ള കർശന നിർദ്ദേശവുമുണ്ട്. ഈ നിയന്ത്രണങ്ങൾ, ഈ ഇറച്ചി വിൽപ്പന അടക്കമുള്ള നിയന്ത്രണങ്ങൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലുമുണ്ട്. അതായത് 10 കിലോമീറ്റർ പരിധിയിലുണ്ട്. കുറിച്ചി, തൃക്കൊടിത്താനം, ഒപ്പം തന്നെ വാഴപ്പള്ളി എന്നീ 3 പഞ്ചായത്തുകളിലും ചങ്ങനാശ്ശേരി നഗരസഭയിലും ഈ നിയന്ത്രണം ഉണ്ടാകും. അത് ജൂൺ 2 വരെയാണ് ഈ സ്ഥലങ്ങളിൽ നിയന്ത്രണമുള്ളത്. അതേസമയം തന്നെ 1 കിലോമീറ്റർ പരിധിയിലുള്ള നിയന്ത്രണം അത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ആ നിയന്ത്രണം തുടരും എന്നതാണ് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു ദൗത്യ സംഘം തന്നെ ഈ കള്ളിങ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും മണർകാട് ഫാമിലും അതിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുമായിട്ട് ഏതാണ്ട് 9,500-ഓളം പക്ഷികളെയാണ് കഴിഞ്ഞ ആഴ്ച കൊന്നൊടുക്കിയത്. ഈ ഒരു പ്രദേശത്ത് ഒരു കനത്ത ജാഗ്രതയും ആശങ്കയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പക്ഷിപ്പനി വരാറുണ്ട്. അതിനെയൊക്കെ കള്ളിങ്ങിലൂടെ കൃത്യമായി നിയന്ത്രണ വിധേയമാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും മൃഗസംരക്ഷണ വകുപ്പിനും കഴിയാറുണ്ട്. എന്തായാലും ഇന്നും ഈ ഒരു പ്രദേശത്തും വളരെ ഊർജിതമായി തന്നെ ഈ സംസ്കരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. സ്കൂൾ തുറക്കാറായതോടെ കാട്ടാനപ്പേടിയിലാണ് പാലക്കാട് കൊട്ടേക്കാട് വനാതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ. പകൽ പോലും കാട്ടാനകൾ വിഹരിക്കുന്ന അറങ്ങോട്ട് കുളമ്പ് നിവാസികൾ കുട്ടികളെ എങ്ങനെ സ്കൂൾ എത്തിക്കുമെന്ന ആശങ്കയിലാണ്. കാണാം എസ് വിനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. ആനപ്പേടിയിലാണ് ഇവിടെ ഒരു ഗ്രാമം. മലമ്പുഴയും കഞ്ചിക്കോടും പടലിക്കാടും ചെമ്മങ്കാടും അടങ്ങുന്ന സ്ഥലം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പുഴ കടന്നാൽ മിക്കവാറും ഇതിൽ വെള്ളം ഉണ്ടാകുന്ന സമയങ്ങളിൽ ആന വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്ഥലമാണിത്. ഇതിനപ്പുറം നമുക്ക് കാണാം, മലനിരകളൊക്കെ കാണാം. ഇത് കാടാണ്. അവിടെയാണ് ഒരു 60ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമുള്ളത്.
അതാണ് ആറങ്ങോട്ട് കുളമ്പ് എന്ന് പറയുന്ന സ്ഥലം. ഈ ആറങ്ങോട്ട് കുളമ്പിലെ കുട്ടികൾ 1.5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് സ്കൂളിലെത്തുന്നത്. നമുക്കിനി സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു സുരക്ഷ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം രാത്രിയും പകലുമില്ലാതെ കാട്ടാനകൾ വിഹരിക്കുന്ന ഒരു പ്രദേശമാണിത്. പകൽ കുറവായിരിക്കാം, എങ്കിൽ പോലും കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ്. എന്തായാലും നമുക്ക് ആറങ്ങോട്ട് കുളമ്പിലെ വീടുകളുണ്ട്, അവിടുത്തെ ആളുകളെ നമുക്കൊന്ന് കാണാം, അവിടേക്കൊന്ന് പോവാം. കുറേ വർഷങ്ങളായിട്ട് കുറേ ആനകൾ ഇവിടെ വന്നിട്ടുണ്ട്, പോയിട്ടുമുണ്ട്. പിന്നെ നമ്മൾക്കത് ഇവിടെ കൃഷിക്കാരൻ്റെ ഏറ്റവും മെയിൻ കൃഷിക്കാരൻ. നമ്മൾ പിന്നെ വീടായതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ എടുത്തും. ഇവിടുന്ന് 1.5 കിലോമീറ്ററാണ് സ്കൂളിലേക്ക് പോകേണ്ടത്. ഈ കുട്ടികളെ സാധാരണ നിലയിൽ രാവിലെയൊക്കെ 1.5 കിലോ പൂവും വേണം. പിന്നെ നമ്മൾ പടലിക്കാടാണ് മാത്രം. പിന്നെ കാളിപ്പറിക്കും. പകൽ പോലും ആനകൾ ഉണ്ടാവില്ലേ? ആന പകലും വന്നിട്ടുണ്ടായിരുന്നു. ഇതെവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഈ വഴിയിൽ തന്നെ ആന നിന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ചിന്തിക്കുന്നേ ഇല്ല. കുട്ടികളെ നിങ്ങൾ കൊണ്ടാക്കാനാണോ പോവുക? വലിയ ആളുകൾ മുതിർന്നവരെ കൂടെയാണ് കുഞ്ഞിനെ കൊണ്ടുപോയി. ഇപ്പം ഞാൻ തന്നെ എൻ്റെ മകനും മകളൊക്കെ എൻ്റെ അനിയനും മനിയൊക്കെ കൊണ്ടുവന്ന ഏതാ 5-നാണ്. അവൻ്റെ മക്കളൊക്കെ അവിടെ നിന്ന് പഠിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പോയിട്ട് വരിക തന്നെ. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല. നീ അങ്ങോട്ട് നീ 2-3 എടുക്കാൻ എൻ്റെ വീടാണ്. എൻ്റെ വീടിന് മുന്നിൽ ആന വന്ന് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാൻ പേടിയുണ്ടോ ആനയൊക്കെ ഉള്ളത് കൊണ്ട്? എന്നാലും പേടിയാണോ അങ്ങനെ പോകാൻ? ആനയെ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇനിയിപ്പോ സ്കൂള് തുറക്കല്ലേ, ഓട്ടോറിക്ഷയിലാണോ എല്ലാരും കൂടെ പോവാൻ? സ്കൂള് തുറക്കല്ലേ, എങ്ങനെയാ പോവാറ്? ഓട്ടോയിലാ പോവാ. ഞങ്ങളുടെ അവിടെ ആന എപ്പോഴെങ്കിലും ഇറങ്ങുള്ളൂ. ഇവിടെ ഒന്നും ഇറങ്ങുന്ന പോലെ ഇറങ്ങില്ല. ഞങ്ങൾ മുണ്ടൂര് സ്കൂളിൽ വണ്ടിയിൽ പോകണം. അവിടെ മുണ്ടൂരാണല്ലേ. ഈ കുട്ടികളൊക്കെ സ്കൂള് തുറക്കാനായി ഭയങ്കര പേടിയല്ലേ ഈ ആനശല്യത്തിന്റെ ഇടയിൽ? ആനന്റെ ശല്യം കൊണ്ട് നല്ല പേടിയല്ല. കുട്ടികളല്ല, ഞങ്ങളുടെ മക്കൾ പുറത്ത് പോയിട്ട് അകത്ത് വരുന്നവരെ പേടിയാണ്. ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ ബസ്സിന് പാട്ടിലേക്ക് പോകണം. പൊതുവെ ഇവിടെ ആനശല്യം കൂടുതലല്ലേ? സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, കുട്ടികൾ തുറക്കാൻ പോവാണ്. എന്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നാലും കുട്ടികളൊക്കെ എങ്ങനെയാണ് സാധാരണ പോകുന്നത്? ഇവിടെ നടന്നു പോകുന്ന കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാകും. ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ടൊക്കെ ഇറങ്ങാറുണ്ടോ? നമ്മുടെ അവിടെയൊക്കെ വരും. പുറത്ത് വരും, ഈ ഭാഗത്ത് വരും. പകലോ? പകലൊന്നും അധികം കണ്ടിട്ടില്ല. എങ്കിലും ഒരു 5 മണിയാകുമ്പോഴൊക്കെ എത്തും. അപ്പോഴത്തേക്ക് ആളുകളൊക്കെ നേരത്തെ നേരത്തെ തന്നെ അങ്ങനെയൊന്നും വരാൻ പറ്റില്ലല്ലോ. പിന്നെ ചിലവർ 9 മണിയാകും, 10 മണിയാകും. അത് വരും തന്നെ. മാത്രമേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സ്കൂട്ടറിൽ പോയിട്ടില്ലേ പേടിയാകുക. എൻ്റെ പേരക്കുട്ടിയൊക്കെ ചേർത്ത് ഞാൻ കൊണ്ടാക്കിയത് ചെക്കൻ കൊണ്ടാക്കും. സ്കൂളിൽ കൊണ്ടാക്കിയത് വൈകുന്നേരം വിളിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പം വീട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല. ഈ വൈകുന്നേരം ചിലപ്പോൾ ടൂറിസ്റ്റൊക്കെ പോയിട്ട് ഇട്ടാ പോയി പൊട്ടി വരി തന്നെ. എന്ത് ചെയ്യുന്നത്? ഞാൻ മടിയും കുത്തി പുഴ വരെ പോവും. പടലിക്കാടിലെയും ആറങ്ങോട്ട് കുളമ്പിലെയും എല്ലാം കുട്ടികൾ കൊട്ടേക്കാടുള്ള ഈ സ്കൂളിലാണ് എത്തേണ്ടത്. അതായത് 1.5 കിലോമീറ്റർ ദൂരം ഈ വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇവിടെ എത്തേണ്ടത്. റോഡുണ്ട്, ഗ്രാമമാണ്, എങ്കിൽ പോലും ഒരു ഭാഗം പൂർണ്ണമായും വനമാണ്. അതിൻ്റെ പുറകുവശവും വനമാണ്, മറ്റൊരു ഭാഗവും വനമാണ്. അതുകൊണ്ട് തന്നെ വന്യജീവികൾ സദാസമയവും വിഹരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഈ പാലക്കാട് മേഖലയിൽ ആളുകളെ ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയൊരു സ്ഥലം കൂടിയാണത്. ഈ പ്രദേശത്തുള്ള കുട്ടികൾ, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് മാതൃഭൂമിയിലെ ക്യാമറാമാനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതും ഈ ഒരു പ്രദേശത്ത് വെച്ചാണ്. ഇത്രത്തോളം ആനഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശത്തെ കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. ചെറിയ കുട്ടികളെ ഓട്ടോറിക്ഷയിലും മറ്റുമാണ് പോകുന്നത്. ചില കുട്ടികൾ നടന്നു വരുന്നുണ്ട്, വലിയ മുതിർന്ന കുട്ടികൾ നടന്നു വരും. ഇങ്ങനെയൊക്കെ വലിയ അവർക്ക് വിദ്യാഭ്യാസം എന്നുള്ളത് വലിയൊരു ദൗത്യമായി മാറുകയാണ് യഥാർത്ഥത്തിൽ. ഈ ആനശല്യത്തിന് വേണ്ടത് സ്ഥിരമായ ഒരു പരിഹാരമാണ്. കാരണം ഒരു താൽക്കാലിക സംവിധാനം എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ആനയെ പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെ ഓടിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വനം വകുപ്പിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പ്രായോഗികമായി ദീർഘവീക്ഷണത്തോടുകൂടി ദീർഘകാല അടിസ്ഥാനത്തിൽ ഇവിടെ വന്യമൃഗശല്യം തടയുന്നതിനുള്ളൊരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്.
ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. അട്ടത്തോടെ ട്രൈബൽ കോളനിയിലുള്ളവരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുമെന്ന് പ്രമോദ് നാരായൺ MLA. KSRTC സർവീസ് നിർത്തിവെച്ചതോടെ പ്രദേശത്തെ കുട്ടികൾ അടക്കമുള്ളവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതം ന്യൂസ് 18-ലെ ഞാനുണ്ടിവിടെ ചോദിക്കാൻ പരിപാടിയിലൂടെ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഗതാഗത മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തെന്നും ഉടൻ പരിഹാരമുണ്ടാക്കുമെന്നും MLA ന്യൂസ് 18-നോട് പറഞ്ഞു. ഇവിടെ കുട്ടികൾ അടക്കമുള്ളവർ ചരക്കുവാഹനങ്ങളെയാണ് യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. അതിൻ്റെ കത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വിഷയം ഏറ്റവും ഗൗരവത്തോടെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പോൾ അത് തീർച്ചയായിട്ടും അത്തരമൊരു കാര്യം പറഞ്ഞതിനും ഓർമ്മിപ്പിച്ചതിനും ഒരുപാട് സന്തോഷം. താങ്ക് യു. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശിനാരായണൻ, ഇത്തരത്തിലുള്ള നിരവധി ജനകീയ വിഷയങ്ങളിൽ ന്യൂസ് 18-ന്റെ ഞാനുണ്ടിവിടെ പരിപാടി ഇടപെട്ടിരുന്നു, കൃത്യമായ പരിഹാരത്തിന് വഴിയൊരുക്കിയിരുന്നു. ഇപ്പോൾ ഇതാ ഒരു പുതിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. ന്യൂസ് 18 ട്രൈബൽ കോളനിയിലുള്ള വിദ്യാർത്ഥികളുടെ സാധാരണക്കാരുടെ യാത്രാ ദുരിതത്തിന് വലിയ പരിഹാരമാകും ഉടനെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അത് തന്നെയാണ് കാര്യം. നമ്മൾ ഞാനിവിടെ ചോദിക്കാം എന്ന പരിപാടി ചെയ്തതിനു ശേഷമാണ്, ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് ഇത്തരം തീരുമാനം ഇപ്പോൾ എത്തുന്നത്. കാരണം 30 വർഷം കൊണ്ട് അട്ടത്തോട്ടിലെ ആദിവാസികൾ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിക്കുന്നത്. അവർക്ക് 30 വർഷം മുമ്പ് ഒരു സർവീസ് മാത്രമാണ് KSRTC ഉണ്ടായിരുന്നത്. ആ 400ഓളം കുടുംബങ്ങൾ ഈ KSRTC സർവീസിനെയാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. ആ സർവീസ് നിർത്തലാക്കിയതാണ്. പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ നിർത്തിയാണ് ഇവിടെ 400ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയത്. ആ കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം എന്ന നിലയ്ക്കാണ് നമ്മുടെ ഞാനിവിടെ ചോദിക്കുന്ന വാർത്താധിഷ്ഠ പരിപാടി വന്നതോടുകൂടി തന്നെ അവർക്കത് പ്രയോജനകരമായിരിക്കുന്നത്. എന്തായാലും അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ MLA ശ്രമിച്ചിട്ടുണ്ട്. കളക്ടറും ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ആ ബസ് നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെ സർവീസ് നടത്താനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് MLA വ്യക്തമാക്കിയിട്ടുള്ളത്. ജില്ലാ കളക്ടറും അത്തരത്തിൽ തന്നെയാണ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു ആശ്വാസമാണ് അവരെ സംബന്ധിച്ച് ഉള്ളത്. കാരണം പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു മാർഗം ഈ ബസ്സിനെ മാത്രം ആശ്രയിച്ചാണ് അവര് സാധാരണ പത്തനംതിട്ടയോ ജില്ലാ ആസ്ഥാനത്തെത്തുക, അല്ലെങ്കിൽ പെരുന്നാട് പഞ്ചായത്ത് അവരുടെ പഞ്ചായത്തിലെത്തുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ദുരിതമാണ്. കാടിന്റെ നടുക്കുള്ള ഒരു ഗ്രാമമാണ് ഈ അട്ടത്തോട് എന്ന് പറഞ്ഞത്. ശബരിമല കാടിന്റെ നടുക്കത്തുള്ള ഒരു ഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ പന്തളം സർവീസാണ് KSRTC 30 വർഷം കൊണ്ട് ഈ സർവീസാണ് അവർ ആശ്രയിച്ചത്. അത് പെട്ടെന്ന് നിർത്തിക്കൊണ്ടായ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ഭവ്യ, ശശിനാരായണൻ, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ ഒരു സംഭവം കൃത്യമായി നമ്മൾക്ക് അധികൃതരുടെ മുൻപിൽ എത്തിക്കാൻ സാധിച്ചു. ഇനി നടപടിയെടുക്കേണ്ടത്, അതും വളരെ വേഗത്തിൽ നടപടിയെടുക്കേണ്ടത് അധികൃതരാണ്. അതിൽ പ്രത്യേകിച്ചും വിദ്യാലയങ്ങൾ തുറക്കാനുള്ള സമയമായി. വലിയ യാത്രാ ദുരിതം അല്ലെങ്കിൽ ഉടനടി നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ യാത്രാ ദുരിതം വിദ്യാർത്ഥികളടക്കം നേരിടേണ്ട ഒരു സാഹചര്യമാണ്. നിലവിൽ എന്ത് ബുദ്ധിമുട്ടുകളാണ് ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്നത്? ഇവര് വർഷങ്ങളായി ഈ 30 വർഷം കൊണ്ട് തന്നെ ഈ KSRTC സർവീസിനെ ആശ്രയിച്ചാണ് ആശുപത്രി പോവുക, അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളുകളിൽ എത്തുക, കോളേജിലും അതുപോലെ പഠനത്തിലും ഒക്കെ ആശ്രയിക്കുന്ന ഒരു ബസ്സാണ് KSRTCയുടെ സർവീസ് പന്തളം, അതായത് അട്ടത്തോട് പന്തളം സർവീസ് ഉണ്ടായിരുന്നത്. ആ സർവീസിനെ ആശ്രയിച്ചാണ്, സമയം ക്രമീകരിച്ചാണ് അവര് അവരുടെ ദൈനംദിന യാത്രകളൊക്കെ ക്രമീകരിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ബസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിർത്തി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. കാരണം ഒരു മുന്നറിയിപ്പ് പോലും എന്ത് കാരണത്താലാണ് ഈ സർവീസ് നിർത്തിയെന്ന് പോലും അവിടെ താമസിക്കുന്ന ഈ 400ഓളം കുടുംബങ്ങൾക്ക് അറിയില്ല. അതോടെ അവർ ആ വനപ്രദേശം ഒറ്റപ്പെട്ട പോയൊരു സാഹചര്യമായി. കാരണം ശബരിമലയ്ക്ക് സർവീസ് ഉണ്ടെങ്കിൽ തന്നെ ആ സർവീസുകൾ ഒന്നും തന്നെ കൃത്യമായി ഇവിടെ നിർത്താത്തൊരു സാഹചര്യമുണ്ട്. വലിയ ചാർജ് ആ സർവീസുകൾ കീഴാക്കുന്നു. അപ്പൊ അതുകൊണ്ട് അത്തരം സർവീസുകൾ അവരെ സംബന്ധിച്ച് സ്റ്റോപ്പ് ഇല്ലാത്തത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ അട്ടത്തോട് ആദിവാസി നിവാസികൾക്ക് വേണ്ടി മാത്രമുള്ള സർവീസായിരുന്നു പന്തളം സർവീസ്. അത് 30 വർഷം കൊണ്ട് അത് സ്ഥിരമായി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബസ്സാണ്. അത് പെട്ടെന്ന് നിർത്തലാക്കിയതാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട്. ഇപ്പോൾ അവര് ചെറിയ പിക്കപ്പ് വാനുകളിലും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചും ഒക്കെയാണ് പെരുന്നാട് നിന്ന് റാന്നി എന്നൊക്കെ വാഹനം വിളിച്ചിട്ടാണ് അവര് വലിയ തുക കൊടുത്ത് ഈ പറയുന്ന പഞ്ചായത്ത് ഓഫീസിലും അതുപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങൾ, അതായത് ജില്ലാ ആസ്ഥാനത്തും കളക്ടറേറ്റും അടക്കമൊക്കെ ബന്ധപ്പെടാനൊക്കെ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണ്. ഇനി കുട്ടികളുടെ യാത്രയാണ് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. അവരെങ്ങനെ സ്കൂളുകളിൽ പോകും എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കും. നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രിയുടെ ശ്രദ്ധയിലും ഇപ്പോൾ അത് പെട്ടിട്ടുണ്ട്. എന്തായാലും അടിയന്തരമായി MLA ഇക്കാര്യത്തിൽ ഇടപെടുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. ജില്ലാ കളക്ടറും സമാനമായ രീതിയിൽ തന്നെ ഒരു അനുകൂല സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ വേണ്ടി നിർത്തലാക്കിയ സർവീസ് പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, അട്ടത്തോട് ട്രൈബൽ കോളനിയിലുള്ളവരുടെ യാത്രാ ദുരിതത്തിന്
പരിഹാരമാവുകയാണ്. വിഷയത്തിൽ MLA അടക്കം ഇടപെട്ട് കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങളിൽ, നിരവധി ജനകീയ വിഷയങ്ങളിൽ ന്യൂസ് 18 കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ, കോഴിക്കോട് കാരശ്ശേരിയിൽ നിരവധി പേരെ ആക്രമിച്ച തെരുവ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് വയനാട് വെറ്റിനറി കോളേജിൽ എത്തിച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാരശ്ശേരി പഞ്ചായത്തിലെ കളരിക്കണ്ടി, ആക്കോട്ടുചാൽ, കുട്ടിക്കുന്ന് പ്രദേശങ്ങളിലെ 5 പേർക്കും വളർത്തുമൃഗങ്ങൾക്കുമാണ് കടിയേറ്റത്. കടിയേറ്റവർക്കെല്ലാം പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ശക്തി കുറഞ്ഞെങ്കിലും സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ജൂൺ 3 വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. തൃത്താലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ റോഡ് വെള്ളത്തിനടിയിലായി. 15-ലധികം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ഇടുക്കിയിലും പത്തനംതിട്ടയിലും മഴ തുടരുകയാണ്. പലയിടങ്ങളിലും മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കോഴിക്കോട് മേപ്പയ്യൂരിൽ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നു. ഇരിങ്ങത്ത് ഗിരീഷിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. വീടിനടുത്തുള്ള കനാലിന്റെ അരികിലുള്ള വലിയ മരം കടപുഴകി വീണാണ് വീട് തകർന്നത്. അപകട സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിരവധി തവണ പരാതി നൽകിയിട്ടും മരം മുറിച്ചു മാറ്റാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തിരുവനന്തപുരം വർക്കല പാപനാശത്ത് വൻതോതിൽ കുന്നുകൾ ഇടിയുന്നു. നിരവധി ആൾക്കാർ പ്രഭാത സവാരിക്കായി പോകുന്ന തീരത്താണ് കുന്നിടിച്ചിൽ. ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കം ബീച്ചിനും ഇടയിലാണ് 4 ഇടങ്ങളിലായി കുന്നിടിഞ്ഞത്. കുന്നിന്റെ ഭാഗങ്ങൾ അടർന്ന് 30 മീറ്ററോളം താഴേക്ക് പതിച്ചു. മഴ ശക്തമാകുന്നതോടെ വലിയ ഭീതിയിലാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. മഴക്കെടുതി ഉണ്ടായ പ്രദേശങ്ങളിലും കുന്നിടിഞ്ഞ മേഖലകളിലും കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. തലശ്ശേരി തീരത്ത് കടലിൽ കുടുങ്ങിയ ബോട്ട് കരയ്ക്കെത്തിച്ചു. ബോട്ടിലുണ്ടായിരുന്ന 2 പേരെയും ഹെലികോപ്റ്റർ വഴി രക്ഷപ്പെടുത്തി. കരയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് കടലിൽ ബോട്ട് കുടുങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബോട്ട് കരയ്ക്കെത്തിച്ചത്. കാഞ്ഞങ്ങാട് നിന്ന് താനൂരിലേക്ക് പോവുകയായിരുന്നു ബോട്ട്. കോസ്റ്റൽ പോലീസും നാവികസേനയും സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. എഞ്ചിൻ തകരാറാണ് ബോട്ട് കടലിൽ കുടുങ്ങാൻ കാരണം. പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ജൂൺ മാസത്തിൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഫണ്ടിൽ നിന്ന് 1,43 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ദിനംപ്രതി നിരവധി പേർ ചികിത്സ തേടിയെത്തുന്ന പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം തകർച്ചയുടെ ഭീഷണിയിലാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ഭീതിയോടെയല്ലാതെ കയറി ചെല്ലാൻ കഴിയാത്ത സ്ഥിതിയാണ്. കെട്ടിടത്തിലെ ജനവാതിലുകൾ ചിതലരിച്ചു തുടങ്ങി. പല ഭാഗങ്ങളിലും പട്ടികയെല്ലാം ദ്രവിച്ചു. OP ടിക്കറ്റ്, മരുന്ന് കൗണ്ടർ എന്നിവിടങ്ങളിൽ കാത്തുനിൽക്കുന്നവരുടെ തലയ്ക്ക് മുകളിലേക്ക് ഏത് നിമിഷവും ഓടുകൾ നിലം പതിച്ചേക്കാവുന്ന അവസ്ഥയാണ്. മഴ പെയ്തതോടെ ഓടുകൾക്കിടയിലൂടെ വെള്ളം ചോർന്നൊലിക്കുന്നുമുണ്ട്. 4 മാസം മുൻപ് പ്രീ ചെക്കപ്പ് മുറിയിലെ സീലിംഗും അടർന്നു വീണിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഫണ്ടിൽ നിന്ന് 1,43 ലക്ഷം രൂപ ചെലവഴിച്ച് 3,800 സ്ക്വയർ ഫീറ്റിലാണ് പുതിയ കെട്ടിട നിർമ്മാണം. നിലവിൽ നമ്മുടെ കുമരനെല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹോസ്പിറ്റലിൽ NRHMന്റെ 1,43 ലക്ഷം രൂപയുടെ പദ്ധതിയുടെ AS ആയിട്ടുണ്ട്. അതായത് നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്ഥലം നിർമ്മാണത്തിന് ആവശ്യമായി റെഡിയാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിലെ മരം മുറിച്ച് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പഞ്ചായത്ത് ബോർഡ് തീരുമാനമെടുത്ത് ട്രീ കമ്മിറ്റിയുടെ അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മരം മുറിച്ച് കൊടുക്കുന്ന മുറയ്ക്ക് ഈ ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഒരു പ്രയാസം നമുക്ക് ഈ ഒരു 2 മാസമായിട്ട് നേരിട്ടിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം പിൻവലിക്കുന്ന മുറയ്ക്ക് NRHM അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കെട്ടിടത്തിന്റെ നിർമ്മാണം ജൂൺ മാസത്തിൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ കെട്ടിടം വരുന്നതോടെ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. കുമ്പളങ്ങ കൃഷിയിൽ വൻ വിജയവുമായി കാസർഗോഡ് ആദൂരിലെ കർഷകൻ രഘുറാം റായ്. 1 ഏക്കർ സ്ഥലത്തെ കൃഷിയിൽ നിന്ന് 6 ടൺ കുമ്പളമാണ് ഇത്തവണ വിളവെടുത്തത്.
10 വർഷമായി കാർഷിക രംഗത്ത് സജീവമാണ് കാറടുക്ക ആദൂരിലെ രഘുറാം റായ്. ഏപ്രിൽ മാസത്തോടെ തുടങ്ങിയ വിളവെടുപ്പിൽ ഇത്തവണ ലഭിച്ചത് 6 ടൺ നാടനിനം കുമ്പളം. കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ തുടങ്ങിയ കൃഷിയിലാണ് വിളവെടുപ്പ് നടന്നത്. ആവശ്യക്കാർക്ക് കിലോയ്ക്ക് 25 രൂപ നിരക്കിലാണ് കുമ്പളങ്ങ നൽകുന്നത്. വിളവെടുപ്പ് നടത്തിയ കുമ്പളം വീട്ടുപരിസരത്തായി കൂട്ടിവച്ചിരിക്കുകയാണ്. വ്യാപാരികളടക്കം വീട്ടിലെത്തിയാണ് കുമ്പളം കൊണ്ടുപോകുന്നത്. കടലപ്പിണ്ണാക്ക്, ചാണകം, കോഴിവളം എന്നിവയാണ് വളമായി ഉപയോഗിക്കുന്നത്. ജൈവ രീതിയിലുള്ള കൃഷിയായതിനാൽ നാട്ടിൽ തന്നെ ആവശ്യക്കാർ ഏറെയാണ്. എൻ്റേത് ഈ പറമ്പിൽ ഞാൻ കൃഷിയെടുക്കുന്നത് അധികമായി കുമ്പളങ്ങയാണ് എൻ്റെ ഏറ്റവും വലിയ കൃഷി. പിന്നെ വെള്ളരി, പിന്നെ വെള്ളച്ചെരങ്ങ, പിന്നെ ചെരങ്ങ. ഈ 4 കൃഷിയാണ് എൻ്റെ മെയിൻ കൃഷികൾ. കുമ്പളങ്ങ അതിൻ്റെ ശേഷം അതിൻ്റെ ആ വെള്ളരി പറിച്ച ശേഷമാണ് കുമ്പളങ്ങ ഇട്ടത്. കുമ്പളങ്ങ ഇട്ടിട്ട് ഒരു 60 കിണ്ടൽ ഒരു 6 ടണ്ണ് എനിക്ക് കുമ്പളങ്ങ കിട്ടി. പക്ഷേ സെയിലായിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. ചുട്ട മണ്ണും വെണ്ണീറും മിശ്രിതമാക്കിയ ചാലിലേക്കാണ് കുമ്പളം കൃഷിക്കായി വിത്തിറക്കിയത്. രാസവളങ്ങൾ ഉപയോഗിക്കാത്തതിനാൽ വിളവെടുത്ത കുമ്പളം 1 വർഷക്കാലം സൂക്ഷിച്ചാലും കേടുപാടുകൾ ഉണ്ടാകില്ല. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഇരുമ്പിലിൽ ഭക്ഷ്യവിഷബാധയേറ്റ് പശുക്കൾ ചത്തു. ചക്കാലക്കൽ പുത്തൻ വീട്ടിൽ വിജീഷിന്റെ 6 പശുക്കളാണ് ചത്തത്. തീറ്റപ്പുല്ലിൽ നിന്ന് വിഷം ഉള്ളിൽ ചെന്നതായാണ് പ്രാഥമിക വിവരം. 4 പശുക്കൾ കൂടി അവശനിലയിലാണ്. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം.